താങ്കൾ തിരക്കിലാണോ? തിരക്കിലാണ്. പിന്നെ അവിടെ ഒരു കുട്ടികളില്ലാതെ കുട്ടികളായി അവരിന്ന് ആ കുട്ടി ഇവിടെ കൊണ്ട് ചോറൂണ് കുടിക്കാം. വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷം കൊണ്ടായി കുട്ടികളില്ലായിരുന്നു. ഒരുപാട് ചികിത്സകൾ ചെയ്തു. എന്ന് അവര് പ്രാർത്ഥിച്ച് അവരിന്ന് ഇവിടെ ആ കുട്ടിയെ കൊണ്ടുവന്ന് ചോറൂണ് കുടിക്കാം. നിങ്ങളുടെ ചാനലിൽ കണ്ടിട്ടാണ് ഞാൻ ആദ്യം വരുന്നത്. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ എത്രത്തോളം വിശ്വസിക്കാമെന്ന് അറിയില്ല. പക്ഷേ എങ്കിലും ഇവിടെ വരുമ്പോൾ സാർ പലരോടും ചോദിച്ചിട്ടുണ്ടോ? ഞാൻ വ്യക്തിപരമായിട്ട് ആർക്കും അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവവിശ്വാസത്തിന്റെ ഭാവം എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റൊരാളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല. നമ്മുടെ മനസ്സിനകത്ത് തോന്നിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. സാറിന്റെ വിശ്വാസം എന്താണ്? നടക്കുമെന്ന് തന്നെയാണ്. അല്ല, ആഗ്രഹങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ കാരണം ഒരു ദൈവവിശ്വാസിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എല്ലാം തരുമെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ നടക്കത്തില്ല. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നതിനോടൊപ്പം നമ്മൾ ശ്രമിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ സക്സസ് ആകും എന്നുള്ളതാണ് എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നത്. എൻ്റെ ഭാര്യയാണത്. അവരൊക്കെ സംസാരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടോ? എങ്ങനെയാണ് താങ്കൾ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് വരുന്നത്. എങ്ങനെയാണ് താങ്കൾ അറിയുന്നത്? പറയുന്നത് അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്ന ക്ഷേത്രമെന്നും അത്ഭുത ക്ഷേത്രമെന്നും ഒക്കെയാണ് ഈ ക്ഷേത്രത്തെ വിളിക്കുന്നത്. അതിന് കാരണം ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ തന്റെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രശ്നങ്ങൾ അത് ഭഗവാന് മുന്നിൽ പറഞ്ഞാൽ സാഫല്യമാകുമെന്നാണ് വിശ്വാസികൾ പറയുന്നത്. അങ്ങനെ അറിഞ്ഞും കേട്ടും പറഞ്ഞുമൊക്കെ ധാരാളം വിശ്വാസികൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. നമ്മൾ പലപ്പോഴും ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും ചരിത്രങ്ങളും പിന്നെ അത്ഭുതങ്ങളും ഒക്കെ വാർത്തയായി ചിത്രീകരിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. വിശ്വാസികളുടെ അനുഭവങ്ങൾ ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് തന്റെ ആവശ്യങ്ങൾ നടന്നു. താൻ വർഷങ്ങളായി പല പല ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ നടന്നു. അത് ഈ ഭഗവാനിലുള്ള വിശ്വാസം കൂട്ടി എന്നൊക്കെയാണ്. ഏതായാലും ശരി, അതെല്ലാം കൃത്യമായി ചിത്രീകരിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് വലിയ കടപ്പാടാണ്. നമ്മുടെ പ്രേക്ഷകരാണ് ന്യൂസ് സ്റ്റോറി എന്ന മാധ്യമത്തെ ചുരുങ്ങിയ കാലം കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സഹായമാകും എങ്കിൽ ഈ വാർത്ത, അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു വാർത്ത നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ദുഃഖങ്ങൾ കൊണ്ട്, ദുരിതങ്ങൾ കൊണ്ട്, മാറാവ്യാധികൾ കൊണ്ട്, കടബാധ്യതകൾ കൊണ്ട് ജീവിക്കുവാൻ കഴിയാതെ, ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ സങ്കടപ്പെട്ട് കഴിയുന്ന അനേകം പ്രേക്ഷകരുണ്ട്. അവർക്ക് മുന്നിലേക്ക് ഈ വാർത്ത എത്തുമ്പോൾ അവർക്ക് ജീവിതത്തിലേക്ക് പിടിച്ചേരുവാൻ ഒരു കച്ചിത്തിരുമ്പാകും ഈ വാർത്തയെങ്കിൽ അതിനുവേണ്ടിയാണ് ഞങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഈ വാർത്ത സമർപ്പിക്കുന്നത്. ഈ വാർത്ത നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിലേക്ക് വരുവാൻ ശ്രമിക്കണം. ഇത് കൊല്ലം ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പേര് വവ്വാക്കുന്ന് ലക്ഷ്മിനാരായണ ക്ഷേത്രം എന്നാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ലക്ഷ്മിയും നാരായണനുമാണ്. അർദ്ധനാരീശ്വര ഭാവത്തിലുള്ള ലക്ഷ്മിനാരായണൻ. ഈ ലക്ഷ്മിനാരായണന് മുന്നിൽ വന്ന സങ്കടങ്ങൾ പറഞ്ഞാൽ അതിന് പരിഹാരം കാണുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. ഇന്ന് ഒരു ക്ഷേത്രത്തിന്റെ പ്രധാന ചടങ്ങുകളല്ല, ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമല്ല, എന്നിട്ട് പോലും ഇത്രയും ജനങ്ങൾ ഇവിടെ എത്തുന്നുണ്ടോ എങ്കിൽ അവർക്ക് ഭഗവാനിലുള്ള വിശ്വാസം തന്നെയാണ്. നമ്മൾ പലപ്പോഴും ഇവിടെയുള്ള വിശ്വാസികളോട് ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇവിടെ നിന്നാണ് വരുന്നത് എന്ന്. നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുള്ള ജനങ്ങൾ പോലും ഈ ക്ഷേത്രത്തിലേക്ക് വലിയ ദൂരം താണ്ടി എത്തുമ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ ചാനലിലൂടെ കണ്ട ഈ ഭഗവാനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചുവെന്ന് പറയുന്നവരുണ്ട്. പിന്നെ അങ്ങനെ അനേകം അത്ഭുതങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, നേരിട്ടറിഞ്ഞിട്ടുണ്ട്. ഭഗവാന് മുന്നിൽ വന്ന് പൊങ്കാല സമർപ്പിക്കുന്നത് അതിനും ചില ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾ പലപ്പോഴും ക്ഷേത്രത്തിന്റെ ഈ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഒരു ക്ഷേത്രം നിൽക്കുന്ന ഈ സ്ഥലം വലിയൊരു കുന്നിൻ പ്രദേശമായിരുന്നു. വാലുകൾ നിറഞ്ഞ ഒരു കുന്നിൻ പ്രദേശം. ഇവിടെ നിന്നും എല്ലാ വെള്ളിയാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും ഒരു ദീപം അത് ഉയർന്നു പൊങ്ങി ആകാശത്തിലൂടെ സഞ്ചരിച്ച് സമീപത്തുള്ള മുണ്ടയ്ക്കൽ കാവ് എന്ന ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. അങ്ങനെ പ്രദേശവാസികൾ ഇത് അടുത്തുള്ള അറിയിക്കുകയും പിന്നീട് ക്ഷേത്രത്തിൽ ദേവപ്രശ്നം വെച്ചുകൊണ്ട് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് അന്വേഷിച്ചു. അതിലൂടെ മനസ്സിലാക്കിയത് ഈ ഭൂമിയിൽ ലക്ഷ്മിനാരായണ ചൈതന്യം കുടിയിരിപ്പുണ്ട്. ഈ ലക്ഷ്മിനാരായണ ചൈതന്യം കുടിയിരിക്കുന്ന ഈ സ്ഥലത്ത് ഐശ്വര്യം വർദ്ധിക്കുകയും സമ്പത്ത് കുമിഞ്ഞു കൂടുകയും ചെയ്യും എന്നും വിശ്വാസികൾ, അങ്ങനെയാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ലക്ഷ്മിനാരായണ ചൈതന്യം ഇവിടെ നിന്നും സമീപത്തെ ചില ക്ഷേത്രങ്ങളിലേക്ക്
കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴത്തെ ഭരണസമിതി ഇവിടെ ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കുകയുണ്ടായി. പിന്നീട് അതിനുശേഷം അദ്ദേഹം തന്നെ ഞങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതിനുശേഷം അദ്ദേഹത്തിന്റെ സമ്പത്ത് വർദ്ധിക്കുകയും അദ്ദേഹത്തിന് പൂർണ്ണ ഐശ്വര്യവും അദ്ദേഹത്തിന് മാത്രമല്ല ഈ ക്ഷേത്രത്തിലെത്തുന്നവർക്കും പിന്നെ ഈ പ്രദേശത്തുള്ള പലർക്കും ഐശ്വര്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു എന്നും പറയപ്പെടുന്നു. അങ്ങനെ ഈ ക്ഷേത്രത്തിലെത്തുന്ന ഓരോ വിശ്വാസികളും അനുഭവങ്ങൾ അറിഞ്ഞും ഒക്കെ തന്നെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് അനേകം വിശ്വാസികളെത്തുന്നത്. അങ്ങനെ അത്ഭുതങ്ങളുടെ കഥ പറയാനാണെങ്കിൽ പറഞ്ഞാൽ തീരാത്ത അത്ര അത്ഭുതങ്ങൾ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഒരു വിശ്വാസി ഇവിടെ വരികയും അദ്ദേഹത്തിന് വർഷങ്ങളായി സാധിക്കാത്ത ഒരു ആവശ്യം ഭഗവാന് മുന്നിൽ പറയുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ആ കാര്യം സാധിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം മറുഭാഗത്തു നിന്ന് ആരംഭിച്ചു എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം തിരികെ വന്നു. ഈ ക്ഷേത്രത്തിലേക്ക് 7.5 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് കൊടിമരം സ്ഥാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഭഗവാന് മുന്നിൽ നേർച്ച ചെയ്തു. അതിന്റെ പണിയുമൊക്കെ പുരോഗമിക്കുന്നു. അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ ഭഗവാന് മുന്നിൽ വന്ന സങ്കടം പറഞ്ഞാൽ ആവശ്യം പറഞ്ഞാൽ അത് സാധിക്കും എന്ന് തന്നെയാണ്. നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിലേക്ക് വരണം. കാര്യം തൻ്റെ മക്കളെ വിവാഹം കഴിച്ചേൽപ്പിക്കുവാൻ, പഠിപ്പിക്കുവാൻ, പിന്നെ ഒരു വീട് വയ്ക്കുവാൻ, പിന്നെ പ്രിയപ്പെട്ടവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ഒക്കെ പണം കടം വാങ്ങി ആ ബാധ്യതകൾ കൊണ്ട് ജീവിക്കാൻ കഴിയാതെ മനസ്സമാധാനമില്ലാതെ കഴിയുന്ന അനേകം പ്രേക്ഷകർ നമുക്കറിയാം, അനേകം ജീവിതങ്ങൾ നമുക്കറിയാം. അവരൊക്കെ ഈ ക്ഷേത്രത്തിലേക്ക് വരണം. ഭഗവാൻ നിങ്ങൾക്ക് പണം തരും എന്നല്ല ഞങ്ങൾ പറയുന്നത്, അതിനുള്ള വഴികൾ, അതിനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് തുറന്നു തരും എന്ന് തന്നെയാണ്. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് വരണം. ഈ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ ഒരു കിണറുണ്ട്. ഇതിനെ ഔഷധ കിണർ എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, ഇവിടെ വരുന്ന വിശ്വാസികൾ അവരുടെ അനുഭവങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ക്ഷേത്ര ഭാരവാഹികളും പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ പറയുന്നതൊന്നും ഞങ്ങൾ പലപ്പോഴും വിശ്വസിക്കാറില്ല, അല്ലെങ്കിൽ അതൊക്കെ ആരെയും മോശം പറയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ അനുഭവസ്ഥർ പറയുമ്പോൾ നമ്മളത് അംഗീകരിച്ചേ മതിയാവൂ. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ ഒരു കിണറുണ്ട്, അത് ഔഷധ കിണറാണ്. ഈ ഔഷധ കിണറിൽ നിന്നും ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത രോഗശൈലിയിൽ കിടക്കുന്ന അനേകം പേരുണ്ട്. അവർക്ക് നിങ്ങൾ ഇവിടെ നിന്നും ഈ ഔഷധ കിണറിൽ നിന്നും കൊണ്ട് കൊടുക്കുക. അവരുടെ രോഗശാന്തി അത് പറയപ്പെടുന്നു. അങ്ങനെയുള്ള അനേകം അനുഭവങ്ങൾ നമുക്കുണ്ട്. നമുക്കെന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന അങ്ങനെ സങ്കടങ്ങൾ പറഞ്ഞ് അങ്ങനെ സാക്ഷ്യം പറഞ്ഞവർ നിരവധി പേരുണ്ട്. എന്തായാലും ശരി, ഈ ക്ഷേത്രത്തിന്റെ വിശ്വാസങ്ങൾ, ചരിത്രങ്ങൾ, പിന്നെ അനുഭവങ്ങൾ, അത്ഭുതങ്ങൾ ഒക്കെ നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പറയുകയാണ്. അങ്ങ് ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടെ ഈ അമ്പലത്തിലേക്ക് വരുന്ന ഓരോ വിശ്വാസികളുടെയും മനസ്സിൽ, അല്ലെങ്കിൽ ഓരോ ജനത്തിന്റെയും മനസ്സിൽ അടക്കാനാകാത്ത സങ്കടങ്ങളുണ്ട് എന്ന് ആണ് നമുക്ക് മനസ്സിലാകുന്നത്. ചിലർക്കൊക്കെ അത് മറ്റുള്ളവരുടെ മുന്നിൽ അല്ലെങ്കിൽ മാധ്യമത്തിന് മുന്നിലൊക്കെ പറയുന്നതിന് പരിമിതികളുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന ഓരോ വിശ്വാസികളുടെയും ഉള്ളിൽ അങ്ങനെയുള്ള ഓരോ സങ്കടങ്ങൾ കാണും. നിങ്ങൾ ഭഗവാന് മുന്നിൽ തീർച്ചയായും പ്രാർത്ഥിക്കുക, അതിന് പരിഹാരമുണ്ടാകും എന്ന് തന്നെയാണ് നമ്മളുടെ അനുഭവങ്ങൾ പറയുന്നത്. ഇത് കൊല്ലം ജില്ലയിലെ വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രമാണ്. അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്ന ക്ഷേത്രമെന്നും അത്ഭുത ക്ഷേത്രമെന്നുമാണ് ഈ ക്ഷേത്രത്തെ വിളിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മണ്ണിൽ കാലുകുത്തുമ്പോൾ പോലും നിങ്ങളുടെ ശാപങ്ങൾ വിട്ടുമാറും. ഞങ്ങൾ ഈ ഭരണസമിതിയോട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ ചോദിച്ചു, എന്ത് പൂജകളാണ്, എന്ത് പരിഹാരങ്ങളാണ് നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് പരിഹാരങ്ങൾ ഉണ്ടാകുന്നത് എന്ന്. അദ്ദേഹം ഞങ്ങളോട് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് പറഞ്ഞത്, ഒരു മനുഷ്യൻ്റെ ശാപം എന്ന് പറയുന്നത് ആ മനുഷ്യനോ അല്ലെങ്കിൽ അതിൻ്റെ തലമുറകളോ മറ്റുള്ളവരോട് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്യുന്ന പാവങ്ങൾ, അങ്ങനെ മറ്റുള്ളവർ വിളിച്ചപേക്ഷകൾ, ക്ഷുദ്രദോഷങ്ങൾ, ഇതൊക്കെയാണ് ജീവിതത്തിലേക്ക് മുന്നേറുവാൻ കഴിയാതെ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് നരകിക്കുന്നതിൻ്റെ കാരണമെന്ന്. അതുകൊണ്ട് തന്നെ ആദ്യം ഈ ക്ഷേത്രത്തിൽ എത്തുന്നവർക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ക്ഷുദ്രദോഷങ്ങൾ, അവരുടെ പാപങ്ങൾ, പിന്നെ മറ്റ് മുൻജന്മ ശാപങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനാണ് ആദ്യം പരിഹാരങ്ങൾ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ദിവസങ്ങൾ
നീണ്ടു നിൽക്കുന്ന പൂജകളാണ്. അതിനുവേണ്ടി പ്രത്യേക പൂജകൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. താങ്കൾ തിരക്കിലാണോ? തിരക്കിലാണ്. പിന്നെ അവിടെ ആണ്ട് ഒരു കുട്ടികളില്ലാതെ ഇന്ന് കുട്ടികളായി അവരിന്ന് ആ കുട്ടി ഇവിടെ കൊണ്ട് ചോറൂണ് കുടിക്കുകയാണ്. അപ്പൊ അതിനുണ്ട് എത്ര വർഷം കൊണ്ട് കുട്ടികളെല്ലാം കുട്ടികൾ കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞിട്ട് 4-5 വർഷം കണ്ടായി കുട്ടികളില്ലായിരുന്നു. ഒരുപാട് ചികിത്സകൾ ചെയ്തു. എന്ന് അവര് പ്രാർത്ഥിച്ചു. അവരിന്ന് ഇവിടെ ആ കുട്ടിയെ കൊണ്ടുവന്ന് ചോറൂണ് കുടിക്കുകയാണ്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വരികയാണ്. അമേരിക്ക, റഷ്യ, ചൈന, സർവ്വ രാജ്യത്തും വരുന്നവർക്ക് അവരവിടെ ഓൺലൈനായിട്ട് പൂജ ചെയ്യും. അവർ വന്ന് ഇതിന്റെ ആവശ്യങ്ങൾ ചോദിക്കും. അപ്പോഴവർക്ക് പൂജ ചെയ്ത് കൊടുക്കും. അവരാവശ്യം എന്ന് പറഞ്ഞാൽ അതനുസരിച്ചുള്ള പൂജ ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. വേറെ ബുദ്ധിമുട്ട് അവരെ ആവശ്യം നടക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡെയിലി ആളുകൾ വരുന്നുണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്കി അത് എന്തായാലും ശരി, ഞങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ ഓരോ അത്ഭുതങ്ങളും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ അത്ഭുതങ്ങളുടെ കഥയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം പറയുന്നത് വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി അവർക്ക് സന്താന ലബ്ധിയില്ലായിരുന്നു. അങ്ങനെ ആരൊക്കെയോ പറഞ്ഞുകൊണ്ട് അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് വന്ന് പ്രാർത്ഥിച്ചു. അവർക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. അതിൻ്റെ സോറൂണ് ചടങ്ങാണെന്ന്, അതും ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് എന്നാണ്. എന്തായാലും ശരി, വലിയ തിരക്കുകളാണ്. ഇത് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമല്ല, ഇന്ന് പ്രത്യേക ദിവസമല്ല. എന്നിട്ട് പോലും വിശ്വാസികൾ അങ്ങ് ദൂരെ നിന്ന് ഈ ക്ഷേത്രത്തിലേക്ക് വരണമെങ്കിൽ ക്ഷേത്ര ചൈതന്യത്തിലുള്ള വിശ്വാസം തന്നെയാണ്. ഇത് ഓവുവക്കുന്ന് ലക്ഷ്മിനാരായണ ക്ഷേത്രം. ഇത് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് നമ്മുടെ പ്രേക്ഷകർ ഒരിക്കലെങ്കിലും വരണം. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, ദുഃഖങ്ങൾക്ക്, ദുരിതങ്ങൾക്ക് ഒരു